എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ PR ഏജൻസിയുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം എന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ CPIM-നെ പ്രതിരോധത്തിലാക്കുന്നത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഏജൻസിക്കും പത്രത്തിനുമെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നതിലും വ്യക്തതയില്ല. എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ല. അതായത് പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന്. മറുപടി വേണം. മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മാറാം. 4-5 പ്രാവശ്യം പറഞ്ഞു യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്. ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാലോ. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദി ഹിന്ദു ദിനപത്ര ലേഖികയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വാർത്താക്കുറിപ്പ് നൽകിയത് ആരെന്ന ചോദ്യത്തിന് മറുപടി പറയാനോ ഉത്തരം തേടാനോ തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്.